നമസ്കാരം, ഞാൻ ഡോക്ടർ ഹസ്മ ഹമീദ്, പ്രശാന്തി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ENT സർജനാണ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ മൂവുന്നത് പോലെയോ കടലിൽ എഴുമ്പുന്നത് പോലെയോ മണിയടിക്കുന്ന പോലെയോ ശബ്ദം കേൾക്കാറുണ്ടോ? അത് ടിനിറ്റസ് അഥവാ ചെവിയിൽ ഒരു മൂളൽ എന്ന രോഗലക്ഷണമാണ്. ഇതുമൂലം പലർക്കും വിഷാദരോഗം വരെ ഉണ്ടാവാറുണ്ട്. ഉറക്കക്കുറവും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണയായി ചെവിക്കായം അഥവാ വാക്സ് ശബ്ദം ചെവിക്ക് അകത്തേക്ക് കടക്കുന്നതിനുണ്ടാകുന്ന തടസ്സം മൂലമാണ് ഇത് ഉണ്ടാവാറുള്ളത്. ഇതുകൂടാതെ ചെവിയുടെ പ്രഷർ അധികമാവുന്ന മീനിയസ് ഡിസീസിലും ആന്തരിക ചർമ്മത്തിന് ഇൻഫെക്ഷൻ വരുന്ന ലേബറൈൻഡൈറ്റിസ് എന്ന അസുഖത്തിലും അതുപോലെ രക്തധമനികൾക്കുണ്ടാവുന്ന ചില ട്യൂമേഴ്സ്, കേൾവി ഞരമ്പിനുണ്ടാകുന്ന ചില ട്യൂമേഴ്സ് എന്നീ അസുഖങ്ങളിലും ടിനിറ്റസ് കാണാറുണ്ട്. ഇത് എന്ത് കാരണങ്ങളുമാണ് ഉണ്ടാകുന്നതെന്ന് അറിയാനായി സാധാരണയായി ഒരു കേൾവി ടെസ്റ്റ് അഥവാ ഓഡിയോഗ്രാം ചെയ്യിപ്പിക്കും. അതിനുശേഷം അതിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ ബേറ അല്ലെങ്കിൽ MRI തുടങ്ങിയ വിശദമായ പരിശോധനകളും നടത്തേണ്ടതുണ്ട്. ശരീരവ്യാപകമായ ചില രോഗങ്ങൾക്കും ടിനിറ്റസ് ഒരു രോഗലക്ഷണമായതുകൊണ്ട് തൈറോയിഡ് തുടങ്ങിയ രക്തപരിശോധനകളും ചെയ്യിക്കാറുണ്ട്. ഇത് എങ്ങനെ നമുക്ക് ചികിത്സിച്ച് മാറ്റാം എന്നുള്ളത് അതിന്റെ കാരണം അറിയുന്നതനുസരിച്ചാണ്. ടെസ്റ്റുകളുടെ റിസൾട്ട് അനുസരിച്ച് അത് എന്ത് കാരണം കൊണ്ടാണോ എന്ന് അറിയുന്നതനുസരിച്ചാണ് അതിന്റെ ചികിത്സാ രീതി. ഞരമ്പിൻ്റെതായ കേൾവിക്കുറവ് അല്ലാത്ത ടിനിറ്റസിനെ അത് എന്ത് കാരണം കൊണ്ടുണ്ടായോ അതിനെ ഡയറക്റ്റ് ചെയ്ത് ചികിത്സിച്ചാൽ ഏറെക്കുറെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. എന്നാൽ ഞരമ്പിനുണ്ടാകുന്ന ക്ഷതം മൂലമുണ്ടാകുന്ന കേൾവിക്കുറവും ടിനിറ്റസും ചികിത്സിച്ച് മാറ്റുക പ്രയാസകരമാണ്. ഇതിനായി ടിനിറ്റസ് റീട്രെയിനിങ് തെറാപ്പി എന്നൊരു ചികിത്സാ രീതിയിൽ ഒരു 90% വരെ അത് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും.